ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒരാഴ്ചയിൽ കൂടുതലായി. അപ്പോൾ ഭയങ്കര ബിസി ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റോറി സ്റ്റാറ്റസൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും നിങ്ങൾ. ഞാൻ ഖത്തറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഖത്തറിലേക്ക് പോരാൻ വേണ്ടിയിട്ടുള്ള PCR ടെസ്റ്റും അതുപോലെ വരുന്നതിൻ്റെ തലേ ദിവസം ഒരു എഹ്തിറാസ് അപ്രൂവലൊക്കെ വേണം. അപ്പോൾ അതിൻ്റെ ഒക്കെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നു. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ല. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കും എനിക്ക് ജലദോഷവും ശംഖുവേദനയും ഒക്കെ ആയിട്ട് എന്താ പറയുക കൂടെ ടയേർഡായിരുന്നു കേട്ടോ. ഈ ഒരു വീഡിയോ ഖത്തറിലേക്ക് പോകുന്ന ഒരു കുഞ്ഞു വ്ളോഗാണ്. പിന്നെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഇനി കേക്ക് ഉണ്ടാക്കുന്നില്ല, അതുപോലെ കേക്കിൻ്റെ വീഡിയോസ് ഒന്നും ഇനി ഇടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണുക. ഒക്ടോബർ 6 ഉച്ചയ്ക്ക് 12:45 ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 8:30 ആയപ്പോഴാണ് രാവിലെ ഒരു 8:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഖത്തറിലേക്ക് വരുന്നവർക്കൊക്കെ ഇപ്പോൾ ഒരു എഹ്തിറാസ് അപ്രൂവൽ വേണം. അപ്പോൾ ആ ഒരു ആപ്പിൽ അപ്രൂവ് ആയിട്ട് കാണിച്ചാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് PCR ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടാണ് അതിൽ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ PCR ടെസ്റ്റ് ഒരു ദിവസം മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു. പോകുന്നതിൻ്റെ അന്ന് രാവിലെയാണ് ആ ഒരു എഹ്തിറാസ് അപ്രൂവൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാത്രി ഒന്നും ഉറങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ അപ്രൂവൽ കിട്ടാതെ നമുക്ക് പോകാനും പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒക്കെ ടെൻഷനായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഞാനിതുപോലെ കഴിഞ്ഞ ഇയർ 2020 മാർച്ച് 11 ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഖത്തറിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് ഈ കൊറോണ സ്റ്റാർട്ടിങ് ടൈമായിരുന്നു. എന്നിട്ട് എന്താ പറയുക, ഞാൻ പോകുന്നതിൻ്റെ തലേ ദിവസം ഫ്ലൈറ്റ് എല്ലാം കൊറോണ കാരണം നിർത്തലാക്കി. അങ്ങനെ അന്ന് എൻ്റെ പോക്ക് ക്യാൻസലായതായിരുന്നു. പിന്നെ ഖത്തർ ഓപ്പൺ ആവും നിർത്തി ഇതുവരെ വെയിറ്റ് ചെയ്ത് നിന്നു. ഇപ്പോഴും ഖത്തർക്ക് നേരെ വിസിറ്റിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഓൺ അറൈവലിലാണ് കേട്ടോ പോകുന്നത്. ഓൺ അറൈവൽ 2 months ആണ്. ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നേരെ അറിയില്ല. എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്യണ അത്ര നിൽക്കാനാണ് പ്ലാന്. അപ്പോൾ നമ്മളിപ്പോൾ കാലിക്കറ്റ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഫ്ലൈറ്റ് ഉള്ളത്. എൻ്റെ കൂടെ ഒരു കുട്ടിയും കൂടെ ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. ഒരുമിച്ച് തന്നെയാണ് ക്വാറന്റൈനൊക്കെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ആ കുട്ടിയുടെ വീടും. ഒരു 5 kilometer ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ നിന്ന്. ഞാൻ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ലേറ്റായി. അപ്പോൾ എന്തായാലും നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബോർഡിംഗ് പാസ് കിട്ടാൻ വേണ്ടിയിട്ട് ഫുൾ ക്യൂ ആയിരുന്നു കേട്ടോ. 4 ലൈൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളായിരുന്നു ലാസ്റ്റ്. അങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. പിന്നെ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ കൂടുതൽ. ഞങ്ങളായിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കറക്റ്റ് ആ ഒരു ഫ്ലൈറ്റിലേക്ക് കയറുന്ന ആ ഒരു ടൈമിലായിരുന്നു ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് കിട്ടി അങ്ങോട്ട് എത്തിയത് കേട്ടോ. അതുകൊണ്ട് വെയിറ്റിംഗ് വന്നില്ല. അപ്പോൾ ഇനി ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ സെയിം ഫ്ലൈറ്റിൽ തന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അവരാണ് ഞങ്ങൾക്ക് എല്ലാ ഹെൽപ്പും ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങൾ 2 സീറ്റും ഫ്ലൈറ്റിൻ്റെ ഏറ്റവും ഫ്രണ്ടത്തെ റോലായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെക്കൻഡ് ടൈമാണ് കേട്ടോ ഫ്ലൈറ്റിൽ കയറുന്നത്. ഇത് കാലിക്കറ്റ് ബീച്ചാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് തന്നിട്ടുണ്ടായിരുന്നു. ബ്രെഡും പിന്നെ ഒരു കേക്കായിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഖത്തറിൽ റൺവേയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ താഴെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ We look forward to welcoming you all soon. Namaskar.
അപ്പോൾ ഞങ്ങളിപ്പോൾ എയർപോർട്ടിൻ്റെ പുറത്തെത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ക്വാറൻറ്റൈൻ ഇരിക്കേണ്ട ഹോട്ടലിലേക്ക് ഒരു ടാക്സിയിൽ കൊണ്ടുപോകും. ഒന്നും പേടിക്കാനില്ല കേട്ടോ, അവർ തന്നെ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഹോട്ടലെത്തിയിട്ടുണ്ട്. ഹോട്ടലിൻ്റെ നെയിം അൽ നജദ ഹോട്ടൽ എന്നാണ്. അപ്പോൾ അടിപൊളി ഹോട്ടലാണ് കേട്ടോ. കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു റിസപ്ഷനിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. റൂം ഞാനിപ്പോൾ കാണിക്കുന്നില്ല. 2 days ക്വാറൻറ്റൈനും അതുപോലെ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കുള്ള ഡൗട്ടാണ്, ഞാൻ ഇനി കേക്ക് ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ കേക്കിൻ്റെ വീഡിയോ ഇനി ചാനലിൽ ഉണ്ടാവില്ലേ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ഇനി കേക്കിൻ്റെ വീഡിയോസ് ഇടുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് ഇടും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ എനേബിൾ ചെയ്യുക. Bye bye.